ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന കഴിക്കുവാൻ ആ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ദൈവം നമുക്ക് ഏവർക്കും തന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. God gave us the grace to each one of us to have a blessed morning of worship today also. അതിനുശേഷം നാം നമ്മുടെ സഭയായിട്ട് ഇപ്പോൾ നാം കടന്നു പോകുന്ന സമയത്തെക്കുറിച്ച് ചിന്തിച്ചു. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും പ്രശ്നങ്ങളും ആണ് എന്നുള്ള കാര്യം നാം കേട്ട് കഴിഞ്ഞു. We have also been hearing about the problems that we are going through as an assembly, and we were hearing that many of us are going through illnesses and pains and problems. ശാരീരിക ക്ലേശങ്ങൾ എന്തു തന്നെ ആയാലും അതിനൊരു അവസാനമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. But our hope is that regardless of what our physical problems are, they always have an end. നമ്മുടെ പ്രിയ കർത്താവിൻ്റെ വരവോടുകൂടി പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അതുവരെയും പ്രശ്നങ്ങൾ തുടരും. അത് മാറ്റിക്കളയുവാൻ ആർക്കും കഴിയില്ല. Until the coming of the Lord, our problems will continue. No one can change that, but at His coming, everything will come to an end. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. The Lord has said that in this world you will have trouble, but be of good courage because I have overcome the world. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കഷ്ടമുണ്ടാകും. Apostle Paul has thus written that everyone who desires to live godly in this life will suffer persecution. ഈ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യത നാം കാണുന്നില്ല. There is no chance that these words will change. കർത്താവ് വന്നെങ്കിലേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ. Only when the Lord comes will these things change. എന്നാൽ ഇതിനപ്പുറമായിട്ട് ആത്മീയമായി നമ്മളെ നിരാശപ്പെടുത്തുകയും പുറകോട്ട് വലിക്കുകയും അതേ വിശ്വാസത്തെ ഒരു ക്യാൻസർ എന്ന നിലയിൽ കാർന്നു തിന്നുകയുമായ പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്നുണ്ട്. അതിലേക്ക് ശ്രദ്ധ തിരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. But beyond all these physical difficulties, we also see things around us that kind of as a cancer eat up our faith, and we need to turn our attention to those matters as well. ദൈവവചനത്തിൽ കാണുന്നത് അത് ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മീയനോ അത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്നാണ്. We read in the Word of God that an earthly man thinks of the matters of the flesh, and a spiritual man of the spirit. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം, ജഡീയ ചിന്തകൾ ഒഴിഞ്ഞിരിക്കാം. അത് ആത്മീയമായി വരുവാനുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവ് നമുക്ക് നൽകിയ ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. So may we turn our attention to the Word of God and away from or beyond the things of the flesh, and look at the promises and the assurances that the Lord has given to us from a spiritual standpoint. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിലെ 2-ാമത്തെ വാക്യം. For today's meditation, I want to turn to 2 Thessalonians chapter 2 and verse 2. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിൻ കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്താലോ ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളയും ഞെട്ടിപ്പോവുകയായത്. Not to be soon shaken in mind or troubled, either by spirit or by word or by letter, as if from us, as though the day of Christ had come. അതിനോട് ചേർന്ന് 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കൂടെ വായിക്കാം. Also 2 Timothy chapter 3 and verse 5. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ ഉണ്ട് എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. Here Paul says that there are people who have a form of godliness but deny its power. അതെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടും വളരെ അതായത് ദൈവവചനത്തെ മറിച്ചു കളഞ്ഞ്
അല്ലെങ്കിൽ ഭൗതികമായ ചിന്തയിലേക്ക് വിശ്വാസികളെ ആകർഷിക്കുന്ന പല ഉപദേശങ്ങളും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. We need to pay attention to the fact that around us today are many doctrines that would drive us away from the Word of God and drive us to think from an earthly standpoint. പൗലോസ് അതിനെ വിളിച്ചിരിക്കുന്നത് തെറ്റായി ഉപദേശിക്കുന്നവരാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞാൽ ദുരുപദേശക്കാരും അത് ദൈവവചനത്തെ കൊട്ടിക്കളയുന്നവരുമാണ്. And Paul has called them people who corrupt the Word of God, and they are false teachers. മോഡേൺ വിശ്വാസികളായ ചിലരുടെ അഭിപ്രായം ദുരുപദേശം എന്ന് പറയാൻ പാടില്ല, പാപി എന്ന ശബ്ദം ആ ശബ്ദത്തിൽ ആരെയും സംബോധന ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ചിലരുടെ അഭിപ്രായം. Modern thinking in Christianity is that you can't say the word sin, or you can't call anyone a sinner, or that you can mention the word heresy. എന്നാൽ ദൈവവചനം അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. But the Word of God does not agree with that. പാപിയെ പാപി എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. മറ്റൊരു മോഡേൺ പദം ആരും അവിടെ ഉപയോഗിച്ചിട്ടില്ല. The Word of God calls a sinner, and there is no modern twist to it. ദുഷ്ടത ചെയ്യുന്ന മനുഷ്യരെ ദൈവം ദുഷ്ടൻ എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And a person who lives in wickedness is called a wicked person. ദൈവവചനത്തെ തെറ്റായി പഠിപ്പിക്കുന്നവരെ ദുരുപദേശക്കാരെന്ന് അപ്പോസ്തലൻ സംബോധന ചെയ്തിരിക്കുന്നു. And people who wrongly teach the word of God are called false teachers rightly by the apostle. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നാം നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ, ദുരുപദേശവും സദുപദേശവും അത് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം സത്യവിശ്വാസികൾ വളരെ ചിന്താക്കുഴപ്പത്തിലാണ്. So when we look around us, good Christians have problem discerning between good doctrine and bad doctrine. ദൈവവചനം പരിശോധിക്കുമ്പോൾ അത് ദുരുപദേശം ത്തിന്റെ ആരംഭം എവിടെയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. When we look into the Word of God, we see where the origin of bad doctrine is. ദുരുപദേശം എന്ന് വെച്ചാൽ അത് ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും, when we consider heresy or bad doctrine, it is to say that those things that God hasn't said are in the Word. ദൈവവചനത്തിൽ ഉള്ള കാര്യങ്ങൾ മാറ്റിക്കളയുകയും ചെയ്യുന്നതാണ്. And to omit the things that God has said in His Word from their speech. ഇതിന്റെ ആരംഭം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലാണ് കാണാനായിട്ട് കഴിയുന്നത്. We see the beginning of this in the Acts of the Apostles. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ, when we go to Acts chapter 2, പെന്തക്കോസ്ത് നാളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പലർക്കും നിശ്ചയമില്ല. We see what happened on the day of Pentecost, and many people don't have a good understanding of what happened there. ഇന്നത്തെ മോഡേൺ സമയത്തെ പഠിപ്പിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ തീ ഇറങ്ങിയെന്നാണ് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. The modern teaching is that on the day of Pentecost, fire came down from heaven. വാസ്തവത്തിൽ അവിടെ പെന്തക്കോസ്ത് നാളിൽ തീ ഉണ്ടായോ, തീ ഇറങ്ങിയോ എന്നുള്ള ദൈവവചനത്തെ നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമാണ്. But we need to examine the Word of God to see whether there was actual fire that descended from heaven or not. വാസ്തവമായി അത് പഠിച്ചാൽ അവിടെ തീ ഇറങ്ങിയതായിട്ട് കാണുന്നില്ല. എന്നാൽ അവിടെ തീ ഇറങ്ങിയിട്ടുണ്ട്. തീയുടെ ഉപദേശമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും വളരെയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. But when we see that there wasn't fire, but we see around us doctrines of fire going around. തീ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് സാധാരണ കേൾക്കാനായിട്ട് കഴിയും. We often hear people say to send fire from heaven. അവിടെ പുകയും പൂവത്തിനെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. We read of smoke and pillars of smoke. അത് നമുക്ക് അറിയാം. അത് ഒരു പഴയ നിയമ പ്രവചനത്തിന്റെ
നിവൃത്തിയാണ് അതിലധികമായിട്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത്. We know that was a fulfillment of an Old Testament prophecy, but beyond that, nothing else happened there. അതെ, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായില്ല. We don't see signs and wonders taking place there. ഒന്നും അവിടെ സംഭവിച്ചില്ല. Nothing of that sort happened there. എന്നാൽ അവിടെ ഇരുന്നവരുടെ മേൽ അത് ദൈവത്തിന്റെ കർത്താവിന്റെ കൽപ്പന പ്രകാരം അവിടെ കാത്തിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരുക മാത്രമാണ് ചെയ്തത്. But the Spirit of God descended upon those who were waiting there in accordance with the word of God. യോവേൽ പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യമാണ് അവിടെ നിറവേറിയത്. And what actually fulfilled was a fulfillment of that there was Joel's prophecy, chapter 2, verse 28. ആ നിലയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല, എന്നാൽ അവിടെ പറയാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വളരെ ദുരുപദേശക്കാര് നമ്മുടെ ചുറ്റുപാടും അരങ്ങ് തകർക്കുകയാണ്. But many people are around us today saying that those things that didn't happen there in fact actually happened. എന്നാൽ വാസ്തവമായി തീയിറങ്ങിയ അല്ലെങ്കിൽ ദൈവം തീയിറക്കിയ സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. But also we see in the word of God places where God actually sent fire from heaven. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം നാം കാണുമ്പോൾ നമുക്കറിയാം, ദൈവം അതേ തീയും ഗന്ധവും ഭൂമിയിൽ ഇറക്കി. അത് സോദോം ഗൊമോറയുള്ള ബന്ധത്തിലാണ് ദൈവം നൽകിയ ഒരു പണിഷ്മെന്റ് ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. In Genesis chapter 19 we see that God in fact sent fire and brimstone from heaven, and that is a judgment of God on Sodom and Gomorrah. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ ഏലിയാവിന്റെ കാലത്ത് യാഗപീഠത്തിന്മേൽ തീയിറങ്ങിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We also see in the books of Kings in relation to Elijah that God sent fire from heaven. ഇതൊന്നും അനുഗ്രഹത്തിന്റെ തീയല്ല. And none of these were fires of blessing. എന്നാൽ ഇൻഡിവിജ്വലായിട്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവരെ തീ കൊണ്ട് നശിപ്പിച്ചു കളയുന്ന ചരിത്രവും ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We also see as individuals when people sinned that God sent fire from heaven and destroyed them. പ്രിയമുള്ളവരെ, ഇന്ന് തീ ഇറക്കണമെന്നല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. ഈ തീയിൽ നിന്ന് അനേകരെ രക്ഷിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നാം ചെയ്യേണ്ടത്. We should not be praying that God would send fire from heaven, but that He would deliver people from fire that is impending upon them. തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. May we pray that God would use us to pluck people out of fire and save them. എബ്രായലേഖനം 12-ാം അധ്യായം നാം കാണുന്ന 18-ാമത്തെ വാക്യം. In Hebrews chapter 12 and verse 18 we read this. സ്ഥൂലമായതും തീ കത്തുന്നതുമായ അന്തർതമസ്, കൂരിട്ട്, കൊടുങ്കാറ്റ് എന്നിവയുടെ അടുക്കല് കല്ല് അല്ലല്ലോ നാം വന്നിരിക്കുന്നത്. For you have not come to the mountain that may be touched and that burned with fire, and to blackness and darkness and to tempest. പിന്നെയോ സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിനും ആദിയാത്മാരുടെ സഭയ്ക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യരക്തത്തിനും അടുക്കലെ കത്ത് നാം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ സ്ഥാനത്താണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. But you have come to Mount Zion and to the city of the living God, the heavenly Jerusalem, to an innumerable company of angels, to the general assembly and church of the firstborn, who are registered in heaven, to God the judge of all spirits, to the spirits of just men made perfect. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഞെട്ടിപ്പോകരുത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ ഇനി അധികമായിട്ട് സംഭവിക്കും. ദുരുപദേശങ്ങൾ അത് കലവറയില്ലാതെ ലോകത്ത് ഒഴുകും
എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. So hearing all these things, the apostle warns us that we should not be soon shaken in mind or troubled, because as the day of Christ draws near, these things, especially the heresies, will increase. ദുരുപദേശങ്ങളെ അതിന് പ്രാധാന്യം കൊടുക്കാത്ത വിശ്വാസികളോട് അപ്പോസ്തലൻ പറയുന്നുണ്ട്. And also Paul is addressing those people who do not give much importance to wrong doctrines. ക്രിസ്തുവിനോടുള്ള ഭക്തിയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. And he says that I'm fearful that you would strive away from the simplicity that is in Christ. ഇന്നത്തെ വിശ്വാസികളിൽ അധികവും ഈ ദുരുപദേശങ്ങളോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു മനോഭാവമാണ് ഉള്ളത്. What we see around us in this generation are people who are very ready to compromise with these doctrines. എന്നാൽ നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം, അതിന് ദൈവവചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറയുവാനാണ് ഞാൻ ഇതിൽ കൂടെ ആഗ്രഹിക്കുന്നത്. But what should our attitude be, and what does the word of God tell us? And that is what I want to point out this morning. അതേ അധ്യായത്തിന്റെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ തന്നെ അത് 9-ാം വാക്യത്തിൽ പൗലോസ് എഴുതുന്ന സാത്താന്റെ വ്യാപാര ശക്തി എന്നൊരാത്മാവുണ്ട്. In the same chapter, in verse 9, 2 Thessalonians chapter 2 and verse 9, Paul points out that there is a working of Satan with all powers and signs. ഈ ആത്മാവെന്ന് പറയുന്ന എല്ലായിടത്തും പരിശുദ്ധാത്മാവല്ല, അത് മറ്റ് ആത്മാക്കളെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. Because whenever we see spirit working, it's not always the Holy Spirit, it could be other spirits. 2 കൊരിന്ത്യർ 11:4 വായിക്കുമ്പോൾ ആ കാര്യം വളരെ ക്ലിയർ ആയിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയും. We see this very clearly when we read 2 Corinthians chapter 11 and verse 4. ഇന്ന് നാം കേൾക്കുന്ന അധികമായ ഭാഷണവും പ്രസംഗങ്ങളും ഒക്കെയും അവര് സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെയും അവര് മറ്റൊരു യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. When we hear all these exalted words and actions that we see around us, they are not actually preaching the gospel, but they are preaching a different Christ. നമ്മൾ പ്രാപിക്കാത്ത മറ്റൊരു ആത്മാവിനെ കുറിച്ചാണ് അവർ പറയുന്നത്. And they are preaching about another spirit that we have not received. ഇതിലൊന്നും വിശ്വാസികളുടെ യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. And none of these things have any relation to a true believer. പ്രിയമുള്ളവരെ, അത് ഇവരെ തിരിച്ചറിയേണ്ടതും ഇവരോട് നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. And Paul also very clearly tells us what we should be doing about this and what attitude we should have to these people. അത് ദുരുപദേശത്തിന്റെ മറ്റൊരു ഏരിയ നാം കാണുന്നത് അത് കൃപാവരങ്ങളെ കുറിച്ചാണ്. And the second area of wrong doctrines that we see is related to the spiritual gifts. പുതിയ നിയമം നാം പരിശോധിക്കുമ്പോൾ കൃപാവരങ്ങൾ ദൈവം തന്റെ ഹിതത്താൽ തന്റെ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്ന കാര്യമാണ് എബിലിറ്റിയാണ്. In the New Testament we read about these spiritual gifts as being those things that God in his will gives to believers through the Spirit. ആ കൃപാവരങ്ങളിൽ അത് നിൽക്കുന്നതും സ്ഥായിയായി നിൽക്കുന്നതും നീങ്ങിപ്പോകുന്നതുമായ അതായിട്ട് 2 ഗ്രൂപ്പായിട്ട് അപ്പോസ്തലൻ കൊരിന്ത്യരിൽ പറയുന്നുണ്ട്. And in the epistle to the Corinthians, the apostle Paul describes these gifts as 2 parts. There are those that stand and those that will come to an end. സ്നേഹം അത് ഒരു നാളും ഉതിർന്നു പോവുകയില്ല. Love will never end. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും കർത്താവിന്റെ വരവ് വരെ നിലനിൽക്കും എന്ന് അപ്പോസ്തലൻ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. Faith, hope and love, these 3 things will stand until the coming of the Lord. മറ്റ് കൃപാവരങ്ങൾക്ക് താൽക്കാലികമായിട്ട് സഭയ്ക്ക് നൽകിയിട്ടുള്ളതാണ്. Other spiritual gifts are gifts that are temporary and given to the church. അതെല്ലാം തന്നെ കർത്താവിന്റെ വരവ് വരെയും
നിലനിൽക്കും എന്ന് ശഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. And there are people who very adamantly say that those things will continue until the coming of the Lord. എന്നാൽ അത് ശരിയല്ല. പല കാര്യങ്ങളും അത് അന്ന് തന്നെ അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ നീങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. But that is not true, because we see many of those gifts had come to an end even at the time of the apostles. പ്രവചനം ആരംഭ സമയത്ത് സഭയുടെ ആരംഭ സമയത്ത് പ്രവചനം ഉണ്ടായിരുന്നു, പ്രവചനം ആവശ്യമായിരുന്നു. Prophecy existed in the beginning of the church and it was needed at that time. എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് സഭയുടെ അടിസ്ഥാനം തന്നെ ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുകയാണ്. In Ephesians that we read that Christ is the cornerstone and the church has been built on the foundation of the apostles and the prophets. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവരെ അടിസ്ഥാന കല്ലുകളായിട്ട് ഇന്ന് ശേഷിച്ചിരിക്കുകയാണ്. And today what we have are apostles and prophets being the foundation of the church. എന്നാൽ ഇല്ലാത്ത അപ്പോസ്തലത്വവും ഞങ്ങൾ അപ്പോസ്തലന്മാര് ആണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. പ്രവാചകന്മാര് ഇന്ന് ധാരാളം എഴുന്നേറ്റിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. But many people have risen up today claiming that they are apostles and prophets, a category that does not exist today. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് ഏതാത്മാവിനെയും വിശ്വസിച്ചുകൂടാ. Apostle John says you can't trust every spirit. അത് ദൈവത്തിൽ നിന്ന് ഉള്ളത് തന്നെയോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. But it is our need and our duty that we should test every spirit, whether that be from God or not. പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രവചനക്കാരെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നാം കേൾക്കുന്നത്? Beloved, concerning people who prophesy today, what all things do we hear? എന്നാൽ ഇന്നുവരെയും ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന യാതൊരു കാര്യത്തിലും ഇന്ന് പ്രവാചകന്മാർ എന്ന് പറഞ്ഞു നടക്കുന്നവരായാൽ സാധിച്ചിട്ടില്ല, അവർ പ്രവചിച്ചിട്ടുമില്ല. But none of these people who claim to be prophets have been accurately able to prophesy anything that happened in this world correctly. എന്തെല്ലാം വലിയ വലിയ അനർത്ഥങ്ങളാണ് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. How many disasters happen in this world every day? എത്രയോ മഹാവ്യാധികളാണ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത്. How many epidemics or pandemics have been happening in this world? ഇതൊന്നും ഉണ്ടാകുമെന്ന് നേരത്തെ പറയുവാൻ ഒരു പ്രവാചകനും ഇന്നത്തെ കാലത്ത് സാധിച്ചിട്ടില്ല. But none of these prophets have been able to predict these things happening. ഒന്നാം നൂറ്റാണ്ടിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല. I am not denying that in the first century there were prophets. അവരുടെ പ്രവചനത്താലാണ് ദൈവവചനം നമുക്ക് രൂപീകരിക്കപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. And it is through their prophecy that the word of God has been shaped and given to us. അവർക്ക് ലഭിച്ച വെളിപാടുകളാണ് നമുക്ക് ഇന്ന് പുസ്തകമായിട്ട് ദൈവവചനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. And the revelations that they received have been compiled into the word of God that we today have. വെളിപാട് പുസ്തകത്തോടുകൂടി കർത്താവിന്റെ വരവരെ ഉണ്ടാകേണ്ട എല്ലാ പ്രവചനങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. നിവൃത്തിയാകുന്ന കാര്യങ്ങളും അതിലുണ്ട്. But with the book of Revelation, all prophecy or all revelation that God had to give to us has been complete and have been given to us in the word of God. ഒടുവിലായിട്ട് നാം വായിക്കുന്നത് അത് വെളിപാട് പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ വായിക്കുന്നത് ഇതിനോട് ആരും കൂട്ടരുത്. And the last chapter of the book of Revelation we read, do not add to this book. ഇതിനോട് ആരും കുറയ്ക്കുകയും ചെയ്യരുത്. Do not take away from this book. ആരുടെയും പ്രവചനം ഇനിയും ദൈവവചനത്തോട് ചേർക്കുവാൻ ആവശ്യമില്ലാത്ത നിലയിൽ അത് സമ്പൂർണ്ണ പുസ്തകമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. This book is complete in such a way that no one needs to add any more prophecies to it. അതേ ഭാഷാപരവും അതുപോലെ തന്നെയാണ്. Same thing with the gift of tongues. അതേ ആദ്യ നൂറ്റാണ്ടിൽ അത് ആവശ്യമായിരുന്നു. In the first century it was needed. ദൈവവചനം പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. The word of God had not been completed. എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു. It was not written. അന്ന് ദൈവത്തിൽ നിന്ന് വെളിപാട് ലഭിച്ചിട്ട് സഭയ്ക്ക് ലഭിച്ചിട്ട് അന്യന്റെ ഭാഷയിൽ കൂടിയായിരുന്നു. And the revelations from God came through other tongues to the church. എഴുന്നേറ്റ് സ്വന്തം ഭാഷയിൽ അവനവന്റെ ഭാഷയിൽ അങ്ങ് എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ വെളിപാട് ആണെന്ന് പറയുകയാണെങ്കിൽ
അതിന്റെ സത്യം തിരിച്ചറിയാൻ സഭയ്ക്ക് സാധിക്കില്ല. But if everyone stood up and said, these are words that I received from God and say it in his own language, then that cannot be discerned by the church. അതുകൊണ്ട് ദൈവം വച്ചിരുന്ന വ്യവസ്ഥയായിരുന്നു അന്യഭാഷ. So the benchmark that God had set was other tongues. ഒരുവൻ സ്വന്തമല്ലാത്ത ഒരു ഭാഷയിൽ കൂടെ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളത് തന്നെയെന്ന് തീരുമാനിക്കാൻ പ്രയാസമില്ല. There was no difficulty in distinguishing that as a word from God if it came through the tongues and interpretation of tongues. അത് ജ്ഞാനവും അത് താൽക്കാലികമായി നൽകിയിരുന്ന ഒരു വ്യവസ്ഥയാണ്. Also, the word of knowledge was a temporary gift. അന്ന് ഭക്തന്മാരുടെ ജ്ഞാനത്തിന്റെ പ്രതിഫലനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം. And the knowledge that the servants of God had at the time has been reflected in the word of God today. അതിലുപരിയായിട്ടുള്ള ജ്ഞാനവും അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. And the apostles also had a knowledge beyond that. അനന്യായും സഫീറയും പാപം ചെയ്തപ്പോൾ അവര് ദൈവാത്മാവിന് വിരോധമായി പ്രവർത്തിച്ചപ്പോൾ അത് പൗലോസ് ദൂരവേ അറിഞ്ഞു എന്ന് കാണുവാനായിട്ട് കഴിയും. When Ananias and Sapphira sinned against the church, Peter was able to discern that from afar. അത് ദൈവിക ജ്ഞാനമല്ലാതെ മറ്റൊന്നുമല്ല. That was godly knowledge. അത് അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ള ജ്ഞാനമായിരുന്നു. And that was a wisdom that was given just to the apostles. ഇന്ന് സഭയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ആ സഭയിൽ അശേഷം ഇല്ലതാനും. Today that is not required in the church and that is not existing in the church. ഇന്ന് നമുക്ക് അറിയാനുള്ള സോഴ്സ് ദൈവഹിതമായാലും ദൈവിക ജ്ഞാനമായാലും അറിയാനുള്ള അതിന്റെ സോഴ്സ് ദൈവവചനം മാത്രമാണ്. The source by which we derive God's knowledge or God's word, it is the word of God. പിന്നീട് നാം മുന്നോട്ട് നോക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. And as we proceed, we see signs and wonders. ഇന്ന് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇത് എന്നുള്ളതിൽ സംശയമില്ല. And we also understand that this is a much misunderstood area today. അതെ, കർത്താവ് പറഞ്ഞു യഹൂദൻ അടയാളം അന്വേഷിക്കുന്നു. The Lord said the Jew seeks after a sign. യവനൻ ജ്ഞാനം അന്വേഷിക്കുന്നു. And the Greek look after for wisdom. പ്രിയമുള്ളവരെ, ഇന്ന് അങ്ങനെയുള്ള ആവശ്യമല്ല നമുക്കുള്ളത്. But today we are not we don't need those things. അത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഏറ്റവും ചെയ്തു കാണുന്നത് രോഗികളുടെ സൗഖ്യമാണ്. The signs and wonders where that is most prevalent in today is with sick people. വിശ്വാസികൾ സുവിശേഷം പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. When believers should be preaching the gospel, they are going around healing people apparently. അതെ, എന്നാൽ ഈ അത്ഭുതങ്ങള് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ അത് ഉദാഹരണമായി പറഞ്ഞാൽ രോഗികളെ സൗഖ്യമാക്കാനുള്ള കഴിവ് അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ നീങ്ങിപ്പോയതായിട്ട് നമുക്ക് രേഖയുണ്ട്. But the ability for one person to heal sick people had been removed even at the time of the apostles. അതേ, പൗലോസ് പറയുന്നത് മിലേത്തിൽ ഞാൻ ഒരാളെ ത്രോഫിമോസിനെ രോഗിയായിട്ട് തന്നെ വിട്ടേച്ചു പോയി. Paul says that I have left Trophimus sick in Miletus. മറ്റ് അപ്പോസ്തലന്മാരെ പോലെ തന്നെ പൗലോസിനും രോഗികളെ സൗഖ്യമാക്കാനുള്ള പ്രത്യേക കഴിവും വരവും ലഭിച്ചിരുന്നു. Apostle Paul also, just as the other apostles, had the gift of healing. അപ്പോസ്തലന്മാർ നടന്നു പോകുന്ന വഴിയെ അവരുടെ വസ്ത്രങ്ങൾ രോഗികളുടെ മേൽ ഇട്ടാൽ അവർ സൗഖ്യമാകുന്ന സമയമായിരുന്നു. Even when a handkerchief was given from an apostle to people who were standing by, they were healed. എന്നാൽ ഈ സാധുവായ മനുഷ്യനെ സൗഖ്യമാക്കുവാൻ അപ്പോസ്തലന് പൗലോസിന് ഒടുവിൽ കഴിഞ്ഞില്ല. But this poor fellow Trophimus, Paul was not able to heal him in ഇതിന്റെ അർത്ഥം period. പൗലോസിന്റെ കാലത്ത് തന്നെ ഈ കൃപാവരങ്ങളൊക്കെ നീങ്ങിപ്പോയി. Because even in the lifetime of Paul, these gifts have കർത്താവ് പറഞ്ഞു രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. The Lord said the sick have need of a physician. കർത്താവ് തന്റെ അടുക്കലേക്ക് ആൾക്കാരെ വിളിച്ചു.
the Lord invited people to come to Him. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. Those who are weary and heavy laden, come to me and I will give you rest. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവർ ഒരു നാൾ നശിച്ചു പോയില്ല. He said, I give them eternal life and they will never perish. കർത്താവ് ഒരിക്കലും വിളിച്ചു പറഞ്ഞില്ല, രോഗികളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് സൗഖ്യം തരാവുന്നു. The Lord Jesus never said, all those who are sick, come to me and I will give you physical healing. ഇവിടെ ആയിരുന്ന സമയത്തും എല്ലാ രോഗികളെയും സൗഖ്യമാക്കിയില്ല. We see that the Lord Jesus, even when He was on earth, He did not heal every sick person. എന്നാൽ ആവശ്യക്കാരെ ദൈവം അന്നും ഇന്നും സൗഖ്യമാക്കുന്നു എന്നുള്ളതിന് അത് സംശയമില്ല. But those who are needing of healing, even then and even today, the Lord heals. അതൊരു പ്രത്യേക വരമായിട്ടോ പ്രത്യേക പുണ്യമായിട്ടോ പ്രത്യേക കഴിവായിട്ടോ ആരും കരുതേണ്ട ആവശ്യമില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. But that is not a special ability or a gift that is given to anyone, but that is God answering His prayer. നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. God is doing signs and wonders in our daily lives each day. നാം അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. Just that we don't recognize them. പ്രിയമുള്ളവരെ, ആ നിലയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഇല്ല എന്നാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. So what we see from the Word of God is that the signs and wonders that existed back then don't continue today. പിന്നീട് ഉള്ള വേറൊരു ദുരുപദേശം ആത്മാവിൽ നിറയുന്നതിനെ പറ്റിയാണ്. Another wrong doctrine that we hear about is in relation to the filling of the Holy Spirit. ആത്മാവിൽ നിറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇന്ന് യൂട്യൂബ് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. We can just look in YouTube and see all the things people claim to do when they are filled in the Spirit. ഒരിക്കലും സഹോദരി ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ആത്മാവിനെ പ്രാപിച്ചപ്പോൾ എന്നെ എടുത്ത് ഒരു കുറേ ദൂരം എറിഞ്ഞു കളഞ്ഞു. One sister told me that when I was filled in the Spirit, I was thrown a great distance. പിന്നെ ഒരു 3-4 ദിവസം എടുത്ത് ശരീരമെല്ലാം നേരെയാക്കാൻ. And it took a few days for the body to heal after that. പിന്നെ ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആത്മാവ് വരുമ്പോൾ അതേ ശ്രദ്ധിക്കുക മനുഷ്യന്. And today we see people vomit when they are filled with the Spirit. തുള്ളിച്ചാടുക, to jump up and down. പ്രിയമുള്ളവരെ, ആരാണ് തുള്ളിച്ചാടുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? Beloved, have you seen who are the ones who jump around in Scripture? ജാതികളാണ് അവർക്ക് തുള്ളലും ആട്ടവും ഉള്ളത്. It's the pagans, they are Gentiles. They are the ones who jump up and down. ഏലിയാവ് യാഗപീഠത്തിന്മേൽ തീയിറക്കി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. Elijah had fire come down from heaven. ഏലിയാവ് ബാലിന്റെ സഹോദരന്മാരെയും വെല്ലുവിളിച്ചു, നിങ്ങളും ചെയ്യുവീൻ. And he challenged the servants of Baal to do the same thing. അവർ മൃഗത്തെ കണ്ണും കണ്ണുമായി നുറുക്കി യാഗപീഠത്തിന്മേൽ വെച്ചു. They cut the animal into pieces and put it on the altar. എന്നിട്ട് നാം അവിടെ വായിക്കുന്നത് അവർ തുള്ളി ചാടി ആർത്തു വിളിച്ചു, അട്ടഹസിച്ചു. And then we read that they jumped up and down calling upon Baal. തന്നെത്താൻ മുറിവേൽപ്പിച്ചു. They even hurt themselves. പ്രിയമുള്ളവരെ, ഈ കാര്യത്തിന്റെ ആവർത്തനം തന്നെയാണ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നടക്കുന്നത്. And we see the same thing being repeated around us. തുള്ളലും ചാട്ടവും ആർക്കാണുള്ളത്? Who has jumping up and down? ദൈവത്തെ അറിയാത്തവരാണ്. Those people who do not know the Lord. സാത്താന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഇന്ന് ഈ തുള്ളലും ചാട്ടവും ഉണ്ടായിരിക്കുന്നത്. Those who are under the bondage of Satan. ദൈവസന്നിധിയിൽ സന്തോഷവും സമാധാനവുമാണ്. In the presence of God there is joy and peace. അതെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ നമുക്ക് സമാധാനത്തിലുള്ള സാഹചര്യമാണ് നമുക്കുണ്ടാകുന്നത്. When the Holy Spirit fills us, we are filled with peace. അപ്പോസ്തലരുടെ പ്രവൃത്തി നാം പരിശോധിക്കുമ്പോൾ, when we look in the Acts of the Apostles, 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്, chapter 4 we see, ശിഷ്യന്മാർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? What do we see when the disciples were filled with the Holy Spirit? പലരുടെയും ധാരണ
ആ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അന്യഭാഷ സംസാരിക്കണമെന്നാണ്. Many people think that when they are filled with the Holy Spirit, they need to speak in tongues. അപ്പോസ്തലന്മാർ പെന്തക്കോസ്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്. Chapter 4, when we see the disciples, it is after the day of Pentecost. അവർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ വചനശക്തിയോട് പ്രസംഗിച്ചു. And when they were filled with the Holy Spirit, they proclaimed the word of God with power. ഇന്നും അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. Today also God desires the same of us. ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നിറയപ്പെടുമ്പോൾ, When we are filled with the Holy Spirit of God, ദൈവവചന ശക്തിയോട് പ്രസംഗിക്കുക, സംസാരിക്കുക. we preach the word of God with power. അതെ, ഇന്ന് അതാണ് നടക്കേണ്ടത്. That is what needs to happen today. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, Right in the first chapter of Acts of the Apostles, the Lord നിങ്ങൾക്ക് said, ശക്തി ലഭിക്കുമ്പോൾ, when you receive power, നിങ്ങൾക്ക് ശക്തി ലഭിക്കുമ്പോൾ when you receive power, യെരൂശലേം യഹൂദ്യ സമര്യ ഭൂമിയുടെ അറ്റത്തോളം പോവും. to go to Jerusalem and to Judea and Samaria and to the end of the world. അവിടെ എന്റെ സാക്ഷികളാകുവീൻ. And be my witnesses in all those places. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യുകയല്ല വേണ്ടത്. Beloved, when the Spirit of God fills us, it is not these things that we do. അങ്ങനെ ഒന്നും കാര്യം നടക്കുന്നില്ല. Those things don't happen. അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം വ്യാജാത്മാക്കളാണ്. In the words of the apostles, these are false spirits. അന്ത്യകാലത്ത് ഇത് ധാരാളം ഉണ്ടാകും. And ധാരാളം ഇൻസിഡന്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. in the last days, there will be many instances of this happening. ആരും ഞെട്ടിപ്പോകരുത്. Do not be soon shaken by നിങ്ങളുടെ these ഹൃദയം things. കലങ്ങിപ്പോകരുത് ഈ കാര്യങ്ങൾ കണ്ട്. Do not be troubled by these things. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ എന്താണ്? What did the Lord do in terms of miracles? യോഹന്നാൻ തന്റെ ശിശുമാരെ കർത്താവിന്റെ അടുത്ത് അയച്ചു, ചോദിച്ചു, വരുവാനുള്ളവൻ നീയാണോ, ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണോ? John the Baptist sent his disciples to the Lord and asked, are you the one who we should be waiting for, or should we wait for another? കർത്താവിന് അടയാളമായി പറഞ്ഞത്, And the Lord as a sign said this, കുരുടർ കാണുന്നു, the blind see, മുടന്തർ സൗഖ്യമാകുന്നു, the lame walk, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, the lepers are clean, മരിച്ചവർ ഉയർക്കുന്നു. and the dead are raised up again. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കേണ്ടത് ഈ 4 കാര്യത്തിലാണ്. It is those 4 areas in which the signs and wonders should take place. നമ്മൾ ഈ പറയുന്നവരെ ശ്രദ്ധിച്ചു നോക്കുക. If you consider those people who claim to do these things, കുരുടനായ ഒരുത്തനെ ഒരു സൗഖ്യമാക്കിയിട്ടുണ്ടോ? have they healed someone who was lame from birth, ജന്മനാ മുടന്തനായവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ? or someone who was blind? അതേ കുഷ്ഠരോഗികളെ തൊട്ട് ആരെങ്കിലും സൗഖ്യമാക്കിയിട്ടുണ്ടോ? Has anyone healed a leprous person? മരിച്ചവരെ ആരെങ്കിലും ഉയർപ്പിച്ചിട്ടുണ്ടോ? Has anyone raised someone from the dead? കർത്താവ് അതാണ് ചെയ്തത്. That is what the Lord Jesus did. ശിഷ്യന്മാരും അത് തന്നെ ചെയ്തു. The disciples also did the same. എന്നാൽ അതൊക്കെയും ഇന്നില്ല. But today those things don't exist. അങ്ങനെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. And it is not God's desire that those things should be done. വിശ്വാസികളായ നമ്മെ പരിമേൽപ്പിച്ചിരിക്കുന്നത്. But we are entrusted as believers with this. അടയാളങ്ങൾ ചെയ്യാൻ അല്ല. It is not to do signs. സുവിശേഷം അറിയിക്കാനുള്ളതാണ്. It is to preach the gospel. യോഹന്നാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല. John did not do any miracles. എന്നാൽ അവനെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. But he said all those things concerning him were true. അടയാളങ്ങളും അത്ഭുതങ്ങളുടെ പുറകെ പോകേണ്ട കാര്യം നമുക്കില്ല. We don't have the need to go after signs and ആരെങ്കിലും wonders. പോകുന്നു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അത് കണ്ട് ഭ്രമിക്കരുത്. It is not to say that none of us are going behind it, but we should not be shaken by them. പ്രിയമുള്ളവരെ, ഈ വളരെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും ഈ അത്ഭുതങ്ങൾ ഈ ഇങ്ങനെയുള്ള പ്രവൃത്തികളെ കാണുമ്പോൾ അവരോടുള്ള നമ്മുടെ മനോഭാവം, ദുരുപദേശക്കാരോട് നമുക്കുള്ള മനോഭാവം എന്തായിരിക്കണമെന്ന് വളരെ കർശനമായിട്ട് ദൈവവചനത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. What should be our attitude to false teachers, and that's very strictly communicated to us in the Word of God. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And I want to turn your attention there. സമയക്കുറവുണ്ടെങ്കിൽ ഞാൻ വേഗം വായിച്ചു 1-2 വാക്യങ്ങൾ വായിച്ച് മാത്രം മുന്നോട്ട് പോകാം. Just want to quickly read a few verses due to the lack of time. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നിവൃത്തിയുണ്ടെങ്കിൽ
എല്ലാവരും എടുത്ത് വായിച്ച് അതിന് അടിവരയിട്ട് വെക്കുക. Romans chapter 16 and verse 17, I encourage everyone to turn there and to underline that verse. Now I urge you, brethren, note those who cause divisions and offenses contrary to the doctrines which you learned, and avoid them. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ആയിട്ടുള്ളവരെ സൂക്ഷിച്ചുകൊള്ളുക. To mark them. അവരോട് അകന്നുകൊള്ളുവീൻ. To avoid them. നിങ്ങളുടെ പുസ്തകത്തിൽ അത് തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. I trust that is the same thing is written in your books as well. അയ്യോ, അവരെ വെറുപ്പിക്കാൻ ഒക്കുമോ നമുക്ക്? Oh, can we offend them? അവരെ നിന്ന് എത്രയും വേഗം നമ്മൾ അകന്നുകൊള്ളേണ്ടത് ആവശ്യമാണ്. But we should be avoiding them and going away from them. അവരെ കുറിച്ച് 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, in verse 18 we read concerning them, അവർ സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിക്കുന്നു എന്നാണ്. that they deceive the hearts of the simple. പ്രിയമുള്ളവരെ, നാം സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതാണ്. Beloved, we need to seriously consider this. അവരുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? What is the fruit of their actions? സാധുക്കളായ വിശ്വാസികൾ, The simple-hearted believers. സാധുക്കൾ എന്ന് വെച്ചാൽ ശേഷിയുണ്ടല്ല. And that's not to say that they're poor people. ദൈവവചനത്തിൽ ശരിയായ അറിവില്ലാത്തവരെ സാധുക്കളുടെ ഹൃദയം ഒരു തെറ്റിച്ചു കളയുകയാണ്. But those who are not grounded in the word of God, those people are being deceived. ഒരു വാക്യം കൊണ്ട് വായിക്കാം. One more verse I want to read. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 Thessalonians 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. chapter 3 and verse 6. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. But we command you, brethren, in the name of the Lord Jesus Christ, that you withdraw from every brother. അപ്പോസ്തലൻ പറയുന്നത് ദുരുപദേശം പറയുന്ന സഹോദരന്മാരുണ്ട്. Here the apostle says there are brothers who teach doctrinal errors. അങ്ങനെയുള്ളവരോട് അകന്നുകൊള്ളണം. And we should withdraw from them. നമ്മുടെ ശാരീരിക സഹോദരങ്ങളായിരിക്കും. They may be our physical brothers. ആത്മീയ സഹോദരങ്ങളാണോ എന്നുള്ളതിന് സംശയമുണ്ട്. And sometimes we doubt if they are spiritual brothers or not. ശരിയായി രക്ഷിക്കപ്പെട്ടവരെ ദുരുപദേശം പറയില്ല. Because people who are truly believers, they do not teach false doctrines. എന്നാൽ സഹോദരന്മാരെന്നുള്ള നിലയിൽ നേരത്തെ സഭയുമായിട്ട് സംസർഗം ചെയ്തവരാണ്, സഹകരിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ അവർ ദുരുപദേശത്തിലാണ്. But at one point we had communion with these people, but now they are false teachers. യോഹന്നാൻ അവരെ കുറിച്ച് പറയുന്നത്, and John says of അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറപ്പെട്ടു പോയവരായിരുന്നു. They went out from among us. അവർ നമുക്കുള്ളവരായിരുന്നെങ്കിൽ, if they were of us, അവർ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. they would have continued with us. പ്രിയമുള്ളവരെ, നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. We need to pay much attention. യൂദായുടെ പുസ്തകം എഴുതുമ്പോൾ താൻ 3-ാം വാക്യത്തിൽ പറയുന്നത്, in Jude verse 3 he says, അതെ, നിങ്ങൾക്ക് ഒരിക്കലായി നിങ്ങളെ പരിമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന പോരാടണം. He says to contend earnestly for the faith which was once for all given to you. കണ്ടിട്ട് മടങ്ങിപ്പോവുക എന്നുള്ളതല്ല. And the word contend doesn't mean just to go away. കേട്ടിട്ട് വെറുതെ ഇരിക്കണമെന്നല്ല. And to sit idle after you hear it. ആവുന്നത്ര അവര് വചനം കൊണ്ട് അവരോട് എതിരിടേണ്ട വിശ്വാസത്തിന്റെ കടമയാണ്. But to oppose them with the word of God. പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത്, Peter the apostle says this, നിങ്ങൾ വിശ്വാസത്തോട് വീര്യം ചേർക്കണമെന്നാണ്. that you should അവിടെ വിശ്വാസം എന്ന് പറയുന്നത് ഉപദേശ സത്യങ്ങളാണ്. the faith that he talks about is the doctrine. നാം അറിഞ്ഞിരിക്കുന്നതും the faith that we നാം മുറുകെ പിടിച്ചിരിക്കുന്ന ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി, and the faith that we have held on to. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പരിമേൽപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസത്തിന് വേണ്ടി, the faith that has been given to us by our forefathers. അതിൽ വീര്യമുള്ളവരായിരിക്കണം. We should have perseverance concerning those things. നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കട്ടെ. May we continue in prayer. ദൈവമേ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? Beloved, God, wouldn't you revive us so that your people may rejoice in you? നമുക്ക് സത്യോപദേശത്തിന് വേണ്ടി നിലനിൽക്കാം. May we stand up for the true doctrine. സത്യോപദേശത്തിന് വേണ്ടി പോരാടാം. May we contend for the true faith. സത്യോപദേശത്തിന്റെ പ്രചാരകന്മാരായി
നമുക്ക് മുന്നോട്ട് പോകാം. And may we be those propagators of this truth. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. May God help us.